ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കിയത് കാണുന്നതിനെക്കാട്ടും മുന്നേ നമുക്ക് കുറച്ച് ചെടികൾ കാണാമല്ലേ. അപ്പോൾ എൻ്റെ അടീനിയൻ ചെടികളാണ് കേട്ടോ, എല്ലാം പൂത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ കുറേ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കുറേ ഇനി പൂക്കാണ്ട്. അപ്പോൾ ഈ പൂക്കളെ ഭംഗി കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ, മാഷാ അല്ലാ. പിന്നെ ഇതിലത്തെ ചിലതൊക്കെ ഞാൻ ചെറിയ തൈക്കളായി മേടിച്ചിട്ട് അതുമ്പോൾ പൂക്കളാക്കിയതാട്ടോ. അപ്പോൾ അത് കാരണം ഒന്നും കൂടി സന്തോഷമാണ്. പിന്നെ വിത്തുകൾ ഉണ്ടാക്കിയിട്ട് തൈക്കൾ ഉണ്ടാക്കിയത് വേറെയുണ്ട്. അപ്പോൾ എനിക്ക് ചെടികളോട് ചെറിയൊരു ഭ്രാന്തുണ്ട്, ചെറുതല്ല കുറച്ചധികം ഭ്രാന്തുണ്ട്. അത് കാരണം ഒരുവിധ ചെടികളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പൂക്കുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ ആയ കാരണം കൂടുതൽ ബൊഗൺവില്ലയും പിന്നെ അടീനിയൊക്കെ ആണല്ലോ പൂത്ത് വരിക. അതുപോലെ ഓരോ ചെടികളും വെച്ച് അതിലൊരു പൂക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്നെ പോലുള്ളൊരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവിടെ കുഞ്ഞുമാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഉപ്പാടെ അനിയൻ്റെ വൈഫിന്, പിന്നെ താത്താക്ക്, അമ്മായിയുടെ മോൾക്ക്. അപ്പോൾ അവർക്കൊക്കെ ചെടികൾ കിട്ടുമ്പോൾ, പിന്നെ നമ്മുടെ ഐശാത്ത, അപ്പോൾ ഇവർക്കൊക്കെ ചെടികൾ കിട്ടുമ്പോൾ എന്തായാലും എനിക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ സമൂസയാണ്. അപ്പോൾ അതിനത് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ്റെ ചെറിയ പീസുകളായിട്ട് അതിൽ മുളക്, മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്തേക്കാണ്. അതൊന്ന് റോസ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ മസാലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ, നമ്മൾ മുന്നേ വേവിച്ചതൊന്നല്ല. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് സവോളയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സവോളയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് ചെറുതാക്കി മുറിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സമൂസ എന്നും ഒരേ രീതിക്കല്ലേ നമ്മൾ ഉണ്ടാക്കുക, അപ്പോൾ ഇന്ന് വേറെ രീതിക്കൊന്നും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷവർമ മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതില്ലെങ്കിൽ നമ്മുടെ ഗരം മസാല പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എരിവിന് നമ്മൾ പച്ചമുളകൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് എരിവിന് എത്ര ആവശ്യം വേണം അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയതായിട്ട് എരിവൊന്നും വേണ്ട, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ മോനിക്ക് ഇപ്പോൾ അത് വലിയതായിട്ട് ഇഷ്ടമൊന്നുമില്ല. ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അത് ഇഷ്ടമല്ല. അത് കാരണമാണ് ഞാനത് ഒഴിച്ച് കൊടുക്കാഞ്ഞത്. പിന്നെ കുറച്ച് പാലിൽ 1 ടീസ്പൂൺ മൈദ അത് കലക്കിയിട്ടാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തേക്കുന്നത്, ഒരു തിക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ചീസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചീസൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് മൈദ കലക്കിയിട്ട് അത് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇതുപോലെ ഒരു തിക്കായിട്ടാണ് വരിക. അപ്പോൾ അതായിട്ടുണ്ട്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാറി വരുമ്പോഴത്തേനും നമുക്ക് നെയ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നാളികേരം ചിരവി എടുത്തതാണ്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 6 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് പെരിഞ്ചീരകമാണ് കേട്ടോ, നമ്മുടെ വലിയ ജീരകം, നല്ല ജീരകമല്ല. ഞങ്ങൾ വട്ടുപത്തിരിയൊക്കെ ഇടുമ്പോൾ നല്ല ജീരകമാണ് ഉണ്ടാക്കാറ്. ഇത് പെരിഞ്ചീരകമാണ്. ഞാൻ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, എനിക്ക് അവിടെ പോയിട്ട് കഴിച്ച പരിചയമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറപ്പിക്കുന്നതിന് ആൾക്കാർ വന്നപ്പോൾ അവരടുത്ത് ചോദിച്ചറിഞ്ഞതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് നമ്മൾ പുഴുങ്ങല്ലരിയൊക്കെ അരച്ചിട്ട് വേണമെന്ന്, പിന്നെ പറഞ്ഞു ഈസി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ആജ്മിയുടെ പുട്ടുപൊടിയാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. അപ്പോൾ അതിൽ 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ചതച്ചെടുത്ത നാളികേരം ഉണ്ടല്ലോ, നാളികേരം, പെരിഞ്ചീരകം, ഉള്ളിയും കൂടിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ചൂടുണ്ടായിരുന്നു കേട്ടോ, എന്നാലും ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിലൊക്കെ ഒന്ന് തട്ടാൻ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയപ്പോൾ അടിയിൽ തട്ടാത്ത പോലെയായിരുന്നു. അപ്പോൾ കൈ വെച്ചിട്ട് എല്ലായിടത്തേക്കും ആക്കിയിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. നമ്മളെ കൈപ്പത്തിരിയുടെ കൂട്ട് തന്നെയാണ് അല്ലേ. അതിൽ കൈപ്പത്തിരിയിൽ നമ്മൾ പെരിഞ്ചീരകം തന്നെ ഇടുക, അല്ല നല്ല ജീരകം, ആ ഒരു ജീരകത്തിൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ ഇതാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതാ പെരിഞ്ചീരകം, നാളികേരം, പിന്നെ തരിപ്പുള്ള ഒരു ഇതാണല്ലോ, അത് കാരണം നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ. അപ്പോൾ ഇത് കൈ വെച്ചിട്ട് നന്നായി കുഴച്ച് കൊടുത്തിട്ട് ഇനി ഓരോ ഉരുളകളാക്കിയിട്ട് എടുക്കുക. കുറച്ച് കനത്തിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കനത്തിലാണെങ്കിൽ ഉരുളകളാക്കി എടുത്തേക്കുന്നത്, കുറച്ച് വലുപ്പത്തിൽ വേണം. അപ്പോൾ ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ, നമുക്ക് പൊടി വാട്ടിയെടുക്കണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ പുഴുങ്ങല്ലരി നമ്മൾ കുതിർത്ത് അരച്ചെടുക്കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റും. ടേസ്റ്റിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, എന്നാലും നമുക്ക് ഈസി ആകുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുക. ഇന്നലെ ഒരു 5 മണിക്ക് ശേഷം ചെറിയൊരു മഴയും നല്ല കാറ്റും നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നു. അത് കാരണം പിന്നെ വലിയ ചൂടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല.
നമ്മൾ കിച്ചണിലൊക്കെ എന്തെങ്കിലും ചെയ്തും കൊണ്ടിരിക്കുമ്പോൾ ഗ്യാസിൻ്റെ ചൂടും പിന്നെ വെയിലിൻ്റെ ചൂടും എല്ലാം കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമാണല്ലോ. പക്ഷെ ഇന്നലെ നല്ല സുഖമായിരുന്നു കേട്ടോ, നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പരത്തിയെടുക്കുന്നത് നമ്മുടെ ഓയിലിൻ്റെ കവറിലാണ്. ഞാൻ കൈപ്പത്തിരി ഇതിൽ തന്നെയാണ് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൽ പരത്താൻ നമുക്ക് സുഖമായിട്ട് കിട്ടും. ഇലയൊക്കെ വെച്ചിട്ട് പരത്തണേക്കാട്ടി ഇല വെച്ചിട്ട് പരത്തുമ്പോൾ ഇലയുടെ ഒരു ഷേപ്പ് അതിൽ വരുമല്ലോ, ഒരു വരവരായിട്ട് വരുമല്ലോ. ഇതങ്ങനെയല്ല കേട്ടോ, ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ആക്കിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അത് ഞാൻ അതിൽ വെച്ച് പരത്തി എടുത്തിട്ട് ഇതാ കൈ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ ആ സൈഡുകളൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കവറിലാണെങ്കിൽ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എടുക്കാനും പറ്റും. പ്രസ്സിലൊക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ അത് നല്ല നൈസായിട്ട് പോവും. അപ്പോൾ ഇത് കുറച്ച് കനത്തിൽ തന്നെയല്ലേ വേണ്ടത്. അപ്പോൾ അതാ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാൻ കൈയിൻ്റെ അടിയിലേക്ക് എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അവിടെ എൻ്റെ ഉമ്മമ്മൊക്കെ കയ്യിൽ വെച്ചിട്ട് നല്ല ഇതായിട്ട് കൈപ്പത്തിരി ഉണ്ടാക്കും കേട്ടോ. ഇൻഷാ അല്ലാ ഉമ്മമ്മ പെരുന്നാളായിട്ട് വരും. അപ്പോൾ നോക്കട്ടെ, ഉമ്മമ്മനെ കൊണ്ട് കൈപ്പത്തിരി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല കനത്തിലുണ്ടാക്കണം. ഞാൻ അത്ര കനായിട്ട് ഉണ്ടാക്കണില്ല. ഇനി കനായിട്ട് ഇനി മോൻ കഴിക്കാതിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അത്ര വലിയ കനാക്കണില്ല. എന്നാലും കുറച്ച് കനത്തിൽ തന്നെയാണ് പരത്തിയെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ പരത്തിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കുകയാണെങ്കിൽ റൗണ്ടായിട്ട് വരും. ഇത് കുഴൽ വെച്ചിട്ട് പരത്തിയൊന്നും വേണ്ട കേട്ടോ. പരത്തിയാൽ അങ്ങനെ പരക്കില്ല. നമ്മൾ പുട്ടുപൊടിയാണല്ലോ, കുറച്ച് തരിതരിപ്പുള്ള പൊടിയാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ അത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ ശരിക്കും ആയി വരും അത്. അപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം കൂടി ഞാനതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് നമുക്ക് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ടും പരത്തിയെടുക്കാനും സുഖമാണ് കേട്ടോ. ഇങ്ങനെ കവർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കൈയിൻ്റെ അടിയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാനും സുഖമാണ്. അപ്പോൾ അങ്ങനെ കണ്ണൂക്കാരുടെ നെയ്പ്പത്തിൽ നമ്മളും ഉണ്ടാക്കിയെടുത്തു അല്ലേ. ഇനി കണ്ണൂക്കാർ വന്നിട്ട് ഇനി ചീത്ത പറയുമൊന്നും വേണ്ട കേട്ടോ. ഞാനിവിടെ ചോദിച്ചു പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. എനിക്കിതിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും അറിയില്ല. പക്ഷെ ഉണ്ടാക്കിയെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, അതറിയാം. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളാം. ഇതാ അപ്പോഴത്തേന് നമ്മുടെ സമൂസയുടെ മസാല ഇതാ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി എന്താ, സമൂസ ഷീറ്റ് എടുക്കുക, മടക്കുക, അതിൽ മറ്റേ മസാല ആക്കുക, എന്നിട്ട് മടക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ അല്ലേ. പക്ഷേ ചില സമയത്ത് നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ആ ഒരു സമയത്താണ് ബുദ്ധിമുട്ടാവുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സമൂസ ഷീറ്റ് മടക്കിയത് ചിലതൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതല്ലെങ്കിലും അങ്ങനെയാണ്, നമുക്ക് സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെയാണ്. കുറേ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ വേഗം ശരിയായി വരുമല്ലേ. അപ്പോൾ അതാ ഇപ്പോഴൊക്കെ ശരിയായിട്ടാണ്. പക്ഷേ ലാസ്റ്റത്തെ ആ ഒരു ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അത് എല്ലാ സമയത്തും ഇപ്പോൾ ശരിയായി വരണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ സമൂസ ഷീറ്റും കൂടി മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സമൂസയും ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതും കൂടി ഒന്ന് പൊരിച്ചെടുത്താൽ മതിയല്ലോ. അപ്പോൾ കണ്ടില്ലേ, അത് ആ ഒരു സൈഡാണ് ശരിയാവാതെ വന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ മൈദ വെച്ചിട്ടാണ്ട് ഒട്ടിച്ചെടുത്തു. പിന്നെ ഒരു മൂന്നാമതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒക്കെ ഒന്ന് ശരിയായി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ നോമ്പിൻ്റെ പോലെ ഈ നോമ്പിനും തീരുമാനിച്ചതായിരുന്നു എണ്ണക്കടികളൊന്നും ഉണ്ടാക്കിയില്ല. എയർ ഫ്രയറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആവിയിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുള്ളൂ എന്ന്. പക്ഷേ ആ ഒരു സമയമാകുമ്പോൾ എന്തായാലും എണ്ണക്കടി ഉണ്ടാക്കണം നിർബന്ധമാണ്. അപ്പോൾ അത് കാരണം കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുള്ളൂ കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മാത്രം 1-2 വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുള്ളൂ, കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കില്ല. അപ്പോൾ അതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പോൾ നമ്മൾ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ പോവാണ്, നെയ്പ്പത്തിൽ. അപ്പോൾ അതാ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്, വെളിച്ചെണ്ണയിലൊന്നല്ല. പക്ഷേ അവർ പറഞ്ഞ പോലെ എനിക്ക് വലിയ പൊള്ളകായിട്ട് വരുമൊന്നും ചെയ്തില്ല. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെരുംജീരകത്തിൻ്റെയും നാളികേരത്തിൻ്റെ കൂടി ആയപ്പോൾ നമ്മൾ കഴിക്കാത്തൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് മുന്നേ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ട കാരണമാണ് കേട്ടോ ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. അപ്പോൾ അതാ കോരി എടുക്കുന്നുണ്ട്. നമ്മുടെ വട്ടുപത്തിരി പോലെ തന്നെയാണ്, ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. കാണുമ്പോൾ രണ്ടും ഒരേപോലെയാണല്ലേ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം മോറിന് കുറച്ച് എള്ളൊക്കെ ഇടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ കണ്ടിട്ടില്ല, എള്ളിട്ടിട്ട് കണ്ടിട്ടില്ല, അത് കാരണമാണ് ഇടാത്തത്. അപ്പോൾ നിങ്ങളവിടെ എള്ളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നെങ്കിൽ അറിയണവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഇത് ഇനി പൊരിക്കണത് വലിയതായിട്ടൊന്നുമില്ല. നമുക്ക് എണ്ണയിൽ ഇടുക, നമ്മൾ പൂരിയൊക്കെ പൊരിച്ചെടുക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഉള്ളു വേവണം. അപ്പോൾ ഇട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മറ്റേ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കാതെ മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ സമൂസയും കൂടിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സമൂസയുടെ മസാല അടിപൊളിയായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ കുരുമുളകിൻ്റെയും പിന്നെ ആ മസാല അങ്ങനെ അധികം മസാല ഇല്ലാത്ത സമൂസയല്ലേ, അപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ. അതുപോലെ തന്നെ ഇനി നെയ്പ്പത്തിലേക്ക് ഒരു ചിക്കൻ കറി വേണമല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോ ഒക്കെ കുറേ ഇട്ടതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ കൂടുതലായിട്ടൊന്നും കാണിക്കണില്ല. നമ്മളെപ്പോഴും ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെയാണ്, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് സബോള ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ മസാലകൾ ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ ഇതാ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. ആ മസാലക്കുത്തൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം, പച്ചക്കുത്തൊക്കെ ഉണ്ടല്ലോ, അത് മാറിയതിൻ്റെ ശേഷം കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം വേണമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. കുഴപ്പമില്ല, എന്ത് വെള്ളമായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ അതിന് ഇളക്കുക, കുക്കർ അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴത്തേനും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാ സമൂസയും നെയ്പ്പത്തിലും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ മോനിക്കൂടെ പരാതിയാണ്, ആകെ ഒരു കടിയുള്ളൂ, മറ്റേത് ഞാൻ പറഞ്ഞില്ല നമ്മളെ തൊട്ടപ്പുറത്ത് ഐശാത്ത ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ചോദിക്കും ഇന്ന് എന്താ കടി ഉണ്ടാക്കണത്, അവിടെ ഉണ്ടാക്കണത് ഇവിടെ ഉണ്ടാക്കിയില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ടേബിൾ നിറച്ചും സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പരാതി ഇൻഷാ അല്ലാഹ് നാളേക്കൊന്ന് തീർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി നെയ്പ്പത്തിലും സമൂസയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം